വയനാട് കണിയാമ്പറ്റ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കാട്ടിലേക്ക് പോയെന്ന് വനം വകുപ്പ്. കടുവ പോയതായാണ് വനം വകുപ്പ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസനാണ് ചേരുന്നത്. രാജേഷ്, എന്തായാലും കടുവ കാട്ടിലേക്ക് പോയെന്ന് വനം വകുപ്പ് ഇപ്പോൾ പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചോ കടുവ കാട്ടിലേക്ക് പോയെന്ന്? ഒരു ശുഭവാർത്ത അല്ലെങ്കിൽ ആശ്വാസമായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ 2 ദിവസമായി ഈ പനമരത്തിറങ്ങിയ അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കാട് കയറി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വയനാട് സൗത്ത് DFO ആയിട്ടുള്ള അജിത് കെ രാമൻ ഔദ്യോഗികമായി ഇപ്പോൾ ഈ കടുവ കാട് കയറിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് പാതിരി വനമേഖലയിലേക്ക് കടന്നതായാണ് ഈ വനംവകുപ്പ് നൽകുന്ന ഒരു വിവരം. ഇതോടുകൂടി 2 ദിവസത്തിലധികമായി നീണ്ടുന്ന ഈ നാട്ടുകാരുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരമാകുന്നു എന്നതാണ്. ഈ പാതിരി മേഖലയിലൂടെ ഈ കടുവ കാട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് നൽകുന്ന വിവരം. അതുപോലെ തന്നെ ഈ 5 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണ് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയെന്നു കൂടി ഇപ്പോൾ നൽകുന്ന വിവരം. ഇത് 5 വയസ്സ് പ്രായമുള്ള ഈ കടുവ ജനവാസ മേഖലയിലെത്തിയെങ്കിലും ഒരു അക്രമശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഈ മറ്റു വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് കൂടി ഇപ്പോൾ വനംവകുപ്പ് നൽകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കടുവയെ കാട് കയറ്റാനുള്ള ശ്രമം അത് പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ 8:30യോടെയാണ് ഈ 2 ദൗത്യ സംഘം, ഈ ആറാട്ടിലെ 100-ലധികം വരുന്ന സംഘം ഈ പ്രദേശത്ത് 3 ചുറ്റളവിൽ ഒരു കാട് കെട്ടാനുള്ള ദൗത്യം പുനരാരംഭിക്കുന്നത്. എന്നാൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഒരു തെരച്ചിൽ ആരംഭിച്ചത്. തുടർന്നാണ് ഇതിന്റെ കാൽപ്പാടുകൾ ഈ വനത്തോട് ചേർന്നുള്ള മേഖലയിൽ നിന്നും കാൽപ്പാടുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കണിയാമ്പറ്റ ജനവാസ മേഖലയിൽ ഇറങ്ങിയ 5 വയസ്സ് പ്രായമുള്ള ആൺകടുവ കാട് കയറി എന്നൊരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പാതിരി വനമേഖലയിലേക്ക് ഈ കടുവ കടന്നതായാണ് ഇപ്പോൾ വയനാട് സൗത്ത് DFO ആയിട്ടുള്ള അജിത് കെ രാമൻ നൽകുന്നത്. അതേസമയം തന്നെ ഈ പനമരം കണിയാമ്പറ്റ എന്നീ 2 പഞ്ചായത്തിലെ വാർഡുകളിൽ നൽകിയ ഒരു അതീവ ജാഗ്രതാ നിർദ്ദേശം അത് പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. വനംവകുപ്പ് ഇനി റവന്യൂ വകുപ്പിന് ഒരു നിർദ്ദേശം നൽകും. ഇതിൽ ഒരു അഴിവ് അല്ലെങ്കിൽ ഈ ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കുക എന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ മേഖല ഇറങ്ങിയ ഈ കടുവ ഒരു വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയോ മറ്റു ആളുകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോൾ വനംവകുപ്പ് നൽകുന്ന വിവരം. എന്തായാലും 2 ദിവസത്തിലധികം നീണ്ടുന്ന നാട്ടുകാരുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരമാകുന്നു. ശുഭമുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു. ഈ കടുവ കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. പാതിരി മേഖലയിൽ വഴിയാണ് ഈ കടുവ കാട്ടിലേക്ക് കയറി എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഔദ്യോഗികമായി നൽകുന്ന ഒരു വിവരം. രേണുക, ശരി, വ്യക്തമാണ് വിവരങ്ങൾ പങ്കുവച്ചത് രാജേഷ് ശ്രീനിവാസനാണ്.